السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുടെ ഉദാഹരണവും ഓതാത്തവരുടെ ഉദാഹരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ ഓതുകയാണ് എങ്കിൽ ആ ഖുർആൻ ഓത്തിന്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു ഓറഞ്ചിന്റെ ഉദാഹരണം പോലെയാണ്. ഓറഞ്ചിന് നല്ല രുചിയുണ്ട്, നല്ല വാസനയുമുണ്ട്. അതിൻ്റെ കളറും കൊള്ളാം, അല്ലേ? നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുമാണ്. ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ട് ഉണ്ട് താനും. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോൾ അവൻ ആ ഖുർആന് ഓതുന്നതോടുകൂടെ അതുകൊണ്ട് അമൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് ഉപകാരം ലഭിക്കുകയും ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം മുഅ്മിൻ തന്നെയാണ്, പക്ഷെ അവൻ ഖുർആൻ ഓതുന്നില്ല. അതിന് ഉദാഹരണം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള മനുഷ്യന്റെ ഉദാഹരണം കാരക്ക പോലെയാണ് എന്നാണ്. കാരക്കയുടെ പ്രത്യേകത എന്താണ്? അതിന് നല്ല രുചി ഉണ്ടാകും, അതായത് മധുരമുണ്ട്, കഴിച്ചാൽ മധുരമുണ്ട്, പക്ഷെ അതിന് വാസനയില്ല. കാരക്ക വാസനിച്ചാൽ ഒരു വാസനയും ഉണ്ടാവുകയില്ലല്ലോ. അപ്പോ മുഅ്മിനായ മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ കൽബിൽ ഈമാനുണ്ട്. ഇതുപോലെ ഒരു കാരക്കക്ക് മധുരമുള്ളതുപോലെ അതിൻ്റെ ഉള്ളിൽ മധുരമുണ്ട്, അതിന് രുചിയുണ്ട്. അതേസമയം അതിന് വാസനയില്ല, ഒരിക്കലും അത് വാസനിക്കുന്നില്ല. അപ്പോൾ ഖുർആൻ ഓതാത്തതായിരിക്കുന്ന മനുഷ്യൻ അതുപോലെയാണ്. ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് വാസനിക്കാൻ പറ്റുന്ന, അതായത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഖുർആൻ ഓതുന്ന ആളാണെങ്കിലാണ് അത് മറ്റുള്ളവർക്ക് കേൾക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ അത് ശ്രവിക്കാനും മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് ഉപകാരങ്ങളൊക്കെ കിട്ടുന്ന ഒരവസ്ഥ അവരിലില്ല ഖുർആൻ ഓതാത്തത് കൊണ്ട്. ഇനി ഒരു കപടവിശ്വാസിയാണ്, പക്ഷെ അവൻ ഖുർആൻ ഓതുന്നുണ്ട്. അവൻ്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റൈഹാൻ പുഷ്പം പോലെയാണ് എന്നാണ്. അതായത് റൈഹാൻ പുഷ്പത്തിന് വാസനയുണ്ട്, പക്ഷെ അത് കഴിച്ചാൽ കയ്പാണ്. ഇതുപോലെയാണ് ഉള്ളു മോശമാണ് എന്നർത്ഥം, പുറമെ കുഴപ്പമില്ല. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. പ്രത്യക്ഷത്തിൽ ആള് ഉഷാറാണ്, പക്ഷെ ഉള്ളു പോക്കാണ്. റൈഹാൻ പുഷ്പം പോലെ തന്നെ ഉള്ളു കയ്പാണ്, പുറത്ത് നല്ല വാസനയുമുണ്ട്. ഇതാണ് ഖുർആൻ ഓതുന്ന മുനാഫിക്കിന്റെ ഉദാഹരണം. ഇനി മുനാഫിക്കാണ്, പക്ഷെ ഖുർആൻ ഓതുന്നുമില്ല. അങ്ങനെയുള്ളതിൻ്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആട്ടങ്ങ കായ പോലെയാണ് എന്നാണ്. ആട്ടങ്ങക്കായക്ക് എന്തില്ല? വാസനയുമില്ല, പിന്നെ അതിൻ്റെ രുചിയാണെങ്കിലോ കയ്പുമാണ്. അപ്പോൾ ഒരു നിൽക്കും അതുകൊണ്ടൊരു ഉപകാരമില്ലാത്ത സാധനം. ഏതായാലും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുകയാണ്. ഖുർആൻ ഓതുന്ന ആളാണോ, അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളാണോ, അവന് വലിയ പദവിയുണ്ട്, അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട്, അത് ഓറഞ്ച് പോലെയാണ്. അതേപ്രകാരം ഇതിലുള്ള മറ്റു സന്ദേശം, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ
അവന് ഒരല്പമെങ്കിലും ദിവസേന ഖുർആൻ ഓതണം എന്നതിലേക്കൊരു സൂചന കൂടി ഇതിലുണ്ട്. അവന് കഴിയുന്ന അത്ര ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. കഴിയുന്നത്ര ഓതുക, അത് എത്ര ആയാലും വേണ്ടില്ല. അങ്ങനെ ഒരു പതിവ് ഒരു മുസ്ലിം മനുഷ്യനും ഉണ്ടാവൽ അത്യാവശ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.